ഏവർക്കും നമസ്കാരം. സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. വരുന്ന 2026 ജനുവരി 14 സംഭവിക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ പുണ്യയോഗമാണ്. നമ്മൾ വൈഷ്ണവ ഭക്തർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഭക്തിപൂർവ്വം കാത്തിരിക്കുന്ന ഷട്ടില ഏകാദശി ഈ പറഞ്ഞ ജനുവരി 14 ബുധനാഴ്ച ആഗതമാവുകയാണ്. അന്ന് വെറും ഒരു ഏകാദശി മാത്രമല്ല, അന്ന് തന്നെയാണ് പുണ്യമായ മകരസംക്രാന്തി. ശബരിമലയിൽ മകരവിളക്ക് തെളിയുന്ന അതേ നിമിഷം ആകാശത്ത് സൂര്യഭഗവാൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ പുണ്യവേളയിൽ നമ്മുടെ പാപങ്ങൾ ദഹിപ്പിച്ചു കളയാൻ ശേഷിയുള്ള ഷട്ടില ഏകാദശി വന്നെത്തുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സൂര്യപ്രീതിയും വിഷ്ണുപ്രീതിയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഒരേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണിത്. ഈ ദിവസം നിങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അതിൻ്റെ ദോഷം വലുതായിരിക്കും. എന്നാൽ ഭക്തിയോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ 7 ജന്മങ്ങളിലെ ദാരിദ്ര്യവും പാപവും നീങ്ങും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്താണ് ഈ ഷട്ടില ഏകാദശി ദിവസത്തെ രഹസ്യക്കൂട്ടായ 6 എള്ള് കർമ്മങ്ങൾ? ഇതറിയാതെ വ്രതമെടുത്താൽ ഫലം ലഭിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, മകരസംക്രാന്തി എന്നാൽ സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന സമയമാണ്. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ വലിയ ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ദിവസം തന്നെ ഷട്ടില ഏകാദശി വരുന്നത് ഭക്തർക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ധാരാളം ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നവരാണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ മകരസംക്രാന്തിയും ഷട്ടില ഏകാദശി തിഥിയും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വൈഷ്ണവ ഭക്തരായ നിങ്ങളെല്ലാവരും തന്നെ ഈ ഏകാദശിയുടെ പുണ്യം നുകരാൻ ഒരു വിധത്തിലും തടസ്സം കാണിക്കരുത്, മടി കാണിക്കരുത്. എല്ലാവരും തന്നെ ഈ വ്രതം എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. തീർച്ചയായിട്ടും അതിവിശിഷ്ടമായ ഈ ഷട്ടില ഏകാദശിയും മകരസംക്രാന്തിയും കൂടി ചേർന്നു വരുന്ന ഈ അപൂർവ പുണ്യ ദിവസത്തിൽ വ്രതം നോച്ചാൽ 1000 മടങ്ങ് ഐശ്വര്യമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഷട്ടില ഏകാദശി വ്യത്യസ്തമാക്കുന്നത് നമുക്ക് നോക്കാം. ഷട്ടില എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഷട്ട് എന്നാൽ 6 എന്നും തില എന്നാൽ എള്ള് എന്നുമാണ് അർത്ഥം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എള്ളിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണിത്. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും ഷട്ടില ഏകാദശി വ്രതം നോൽക്കുന്നവർ ഞാൻ ഇനി പറയുന്ന 6 കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, അന്നൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എന്താണ് ഈ ഏകാദശി വ്യത്യസ്തമാക്കുന്നത്? ഷട്ടില എന്നാൽ നമ്മൾ പറഞ്ഞു 6 എള്ളുകൾ എന്നാണ് അർത്ഥം. അന്നേ ദിവസം ഈ 6 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഒന്നാമത്തേതാണ് തില സ്നാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ എള്ള് ചേർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തില ഉദ്ധാരണമാണ്. അതായത് എള്ള് അരച്ച് നമ്മൾ ശരീരത്തിൽ പുരട്ടിയിട്ട് കുളിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. ഇനി നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും എള്ള് ചേർത്ത വെള്ളത്തിലൊന്ന് കുളിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തില ഹോമം, അതായത് ഭഗവാന് മുന്നിൽ എള്ള് സമർപ്പിച്ച് ദീപം തെളിക്കുക. തില തർപ്പണം, അതായത് നമ്മുടെ പിതൃക്കൾക്കായി എള്ളി ചേർത്ത് ജലം അർപ്പിക്കുക. ഈ സംക്രാന്തി ദിനത്തിൽ ഇത് ചെയ്താൽ പിതൃക്കൾക്ക് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ, തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മൾ ധാരാളം പുഷ്പാഞ്ജലിയും അർച്ചനകളും വഴിപാടുകളും ഒക്കെ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിൽ ചേർന്ന് നിൽക്കേണ്ടത് ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷട്ടില ഏകാദശി ദിനത്തിൽ തില തർപ്പണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. പിതൃക്കളുടെ അനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. ഇനി തില ദാനം, അതായത് വിശക്കുന്നവർക്ക് എള്ളു ചേർത്ത ആഹാരമോ എള്ളോ ദാനമായി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി തില ഭക്ഷണം, അതായത് നമ്മുടെ ആഹാരത്തിൽ എള്ള് പ്രസാദമായിട്ട് നമ്മൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഏകാദശി വ്രതം നോൽക്കേണ്ട ഒരു പൂർണ്ണ വിധം എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറയാം കേട്ടോ. നമുക്കറിയാം, നമ്മൾ 3 ദിവസങ്ങളിലായിട്ടാണ്, അതായത് 3 തിഥികളിലായിട്ടാണ് ഏതൊരു ഏകാദശി വ്രതവും നോൽക്കുന്നത്. ജനുവരി 13, 14, 15, അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 തിഥികളിലായിട്ടാണ് നമ്മൾ ഈ അതിവിശിഷ്ടമായ ഷട്ടില ഏകാദശി ആചരിക്കുന്നത്. ഇനി നമുക്കറിയാം, ദശമി ദിവസം, അതായത് ജനുവരി 13 ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഒരിക്കലായിരിക്കണം, അതായത് ഒരു നേരം മാത്രം നമ്മൾ തലേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ദിവസം മുഴുവൻ നാരായണ നാമം സദാ നാവിലും മനസ്സിലും തെളിയണം. ഇനി ഏകാദശി തിഥി വരുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏകാദശി തിഥി വരുന്നത് ജനുവരി 13 ചൊവ്വാഴ്ച വൈകിട്ട് 3:18 മുതൽ ജനുവരി 14 ബുധനാഴ്ച വൈകിട്ട് 5:53 വരെയാണ്.
അതായത് ഏകാദശി തിഥി ജാനുവരി 13 ചൊവ്വാഴ്ച വൈകിട്ട് 3:18 ആരംഭിക്കും എന്നുള്ളതിനാൽ അതിനു മുൻപ് തന്നെ ചൊവ്വാഴ്ച ദിവസം 3:15 മുൻപ് തന്നെ നമ്മൾ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ കൊടുക്കാനാണെങ്കിലും നമ്മൾക്ക് പൂജയ്ക്ക് എടുക്കാനുള്ള തുളസി ഇലകളൊക്കെ ചൊവ്വാഴ്ച 3:15 മുൻപ് തന്നെ നുള്ളി വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പറയും ദശമി ദിവസം വൈകിട്ട് 6 മണിക്ക് മുമ്പാണ് തുളസി ഇലകൾ നുള്ളി വെക്കേണ്ടതെന്ന്. പക്ഷേ ദശമി തിഥി വരുന്ന ദിവസം അന്ന് വൈകിട്ട് 3:18 തന്നെ ഏകാദശി തിഥി ആരംഭിക്കും എന്നുള്ളതിനാൽ 3:15 മുൻപ് തന്നെ ചൊവ്വാഴ്ച ആവശ്യമായ തുളസി ഇലകളൊക്കെ നുള്ളി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസി ദേവി നമുക്കൊപ്പം ഏകാദശി വ്രതം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകാദശി തിഥി ആരംഭിക്കുമ്പം തുളസി ദേവിയെ നുള്ളി നോവിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് അന്നേ ദിവസം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഏകാദശി ദിവസം, അതായത് ജാനുവരി 14 ബുധനാഴ്ച ബ്രാഹ്മ മുഹൂർത്തത്തിന് മുൻപായി എഴുന്നേറ്റ് ദേഹത്ത് അരച്ച എള്ളൊക്കെ പുരട്ടിയതിനു ശേഷം എള്ള് കലർത്തിയ വെള്ളത്തിൽ കുളിക്കുക. വ്രതത്തിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണിത്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എള്ള് അരച്ച് തേക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എള്ള് കലർത്തിയ വെള്ളത്തിൽ കുളിക്കാനെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. കുളിച്ചതിന് ശേഷം ഒരു ശുഭ്ര വസ്ത്രം ധരിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. ഇനി പൂജാമുറിയിൽ നേരത്തെ ഒരുക്കി വെച്ച കൃഷ്ണ വിഗ്രഹത്തിന് മുൻപിലോ നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ ഒരു നെയ് വിളക്ക് കൊളുത്തി വെച്ച് വ്രതം എടുക്കാനുള്ള ഒരു സങ്കല്പം, അതായത് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, എൻ്റെ ഈ ഒരു ആഗ്രഹം അവിടുന്ന് നിവർത്തിച്ച് തരണേ. ഞാൻ ഈ വ്രതം അതിൻ്റെ ഏറ്റവും പൂർണ്ണ രീതിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു അനുഗ്രഹവും അനുവാദവും നമ്മൾക്ക് ഭഗവാനോട്, സാക്ഷാൽ ഗുരുവായൂരപ്പനോട്, സാക്ഷാൽ മഹാവിഷ്ണുവിനോട് മനസ്സറിഞ്ഞ് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഭഗവാൻ ഈ സമയം നമുക്ക് വീട്ടിലുള്ള പുഷ്പങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ. അതുപോലെ തന്നെ ധൂപവർഗ്ഗങ്ങൾ, പഴങ്ങൾ, എള്ളുകൊണ്ടുള്ള മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ സീതപ്പഴം, വെറ്റില, തേങ്ങ ഇവയൊക്കെ നമുക്ക് ഒരു താലത്തിൽ ഭഗവാന്റെ മുൻപിൽ, ലക്ഷ്മി ദേവിയുടെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ പാൽപായസമാകാം, കിച്ചടി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണ്. ഇതൊക്കെ നമ്മൾക്ക് മനസ്സറിഞ്ഞ് അന്നേ ദിവസം നമ്മുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കാം. ഇതൊന്നും ഇല്ലാച്ചാലും ഭഗവാന് ഏതെങ്കിലും ഒരു പഴവർഗ്ഗങ്ങളാണെങ്കിലും അന്നേ ദിവസം ആ നിലവിളക്കിൻ്റെ മുൻപിൽ, ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസം നമുക്കറിയാം, പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള ധാന്യാഹാരങ്ങളോ നമുക്ക് കഴിക്കാം. എണ്ണ തേച്ച് കുളിക്കരുത്. അതുപോലെ തന്നെ പകലുറക്കവും നിഷിദ്ധമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഏകാദശി ദിവസം നിങ്ങൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്കറിയാം, അന്നേ ദിവസം മകരവിളക്കായതിനാൽ പലരും അന്നേ ദിവസം സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഏകാദശി വ്രതം നോൽക്കുന്നവർ തീർച്ചയായിട്ടും അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ മഹാമന്ത്രം, അതായത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, വിഷ്ണു ഗായത്രി മന്ത്രം, അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷരി മന്ത്രം, ദ്വാദശാക്ഷര മന്ത്രമൊക്കെ ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ രാവിലെയും വൈകിട്ടും ഒന്ന് ചൊല്ലാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഈ ഒരൊറ്റ ഷട്ടിലെ ഏകാദശി വ്രതത്തിലൂടെ, അതും മകരസംക്രാന്തിയുടെ പുണ്യം നിറഞ്ഞ ഒരു ഏകാദശി വ്രതത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഏകാദശി ദിവസത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്ന സമയം കൂടിയാണിത്. അതായത് നമ്മുടെ വീടുകളിൽ ഭഗവാൻ ലക്ഷ്മി ദേവിക്കൊപ്പം എത്തുന്ന ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം അത് ജാനുവരി 14 ഉച്ചയ്ക്ക് 12:29 മുതൽ രാത്രി 12:29 വരെയാണ് കേട്ടോ. ഈ ഹരിവാസര സമയം പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കലും ഏറ്റവും ഉത്തമമാണ്. അതായത് നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഒരു ഹരിവാസര സമയത്ത് അതുകൊണ്ട് തന്നെ അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഏകാദശിയുടെ പിറ്റേ ദിവസം, ദ്വാദശി ദിവസം, അതായത് ജാനുവരി 15 വ്യാഴാഴ്ച
മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. ഈ പ്രാവശ്യം പാരണാ സമയം എന്ന് പറയുന്നത് ജനുവരി 15 വ്യാഴാഴ്ച രാവിലെ 7:14 മുതൽ 9:23 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാം. അല്ലാച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം, അതായത് കുറച്ച് തുളസിയിലയും മലരും ഒക്കെ വെള്ളത്തിൽ ഇട്ട് നമുക്ക് ആ ഒരു തീർത്ഥം സേവിച്ചിട്ടും നമുക്ക് പാരണ വീടാവുന്നതാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഈ ഷട്ടില ഏകാദശി വ്രതം ആചരിച്ച് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സാക്ഷാൽ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ മഹാവിഷ്ണു പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഈ അപൂർവ ഒരു ഭാഗ്യം, യോഗം, മകരസംക്രാന്തിയും കൂടി ചേർന്ന് വരുന്ന ഈ ഷട്ടില ഏകാദശി വ്രതം നോൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഭഗവാൻ നമ്മൾക്ക് ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഏകാദശി വ്രതം നോൽക്കുന്നവർക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാനും നിങ്ങളൊന്ന് ശ്രമിക്കണേ കേട്ടോ. എല്ലാവർക്കും സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.